നമുക്ക് രണ്ട് കണ്ണുകൾ, മൂന്നാമതൊരു കണ്ണും കൂടി തുറന്നാൽ നമ്മളും കാണും ദർശനങ്ങൾ. നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കാൻ മാതാവിനോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ലൂക്ക 11:34. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. മോശയുടെ കണ്ണുകൾക്ക് മങ്ങലോ കാലുകൾക്ക് ബലക്ഷയമോ ഉണ്ടായിരുന്നില്ല. നിയമാവർത്തനം 34:7. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. പ്രഭാഷകൻ 34:20. ഇങ്ങനെ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ കാഴ്ചകൾ കാണും. നമുക്ക് നോക്കാം അത്. ദേവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റപ്പോൾ ശത്രുക്കൾ നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ ചോദിച്ചു, യജമാനെ, നാം എന്താണ് ചെയ്യുക? 2 രാജാക്കന്മാർ 6:15. എലീശ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും പല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. 2 രാജാക്കന്മാർ 6:17. ഇതിൽ വലത്തുവശം വേണോ ഇടത്തുവശം വേണോ എന്ന് തീരുമാനിക്കാനും നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം, പ്രകാശിപ്പിക്കണം. പ്രയോജനകരമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. താങ്ക് യു.